മന്ത്രിമാർക്ക് പൊതുവേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിലുള്ളൊരു വെല്ലുവിളി ഇല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, തരംഗമുണ്ടെങ്കിൽ. രണ്ട്, തരംഗമില്ലെങ്കിൽ. തരംഗമുണ്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കുന്ന 8 മന്ത്രിമാരുണ്ട് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതിലൊന്ന് പിണറായി വിജയനാണ്, രണ്ടാമത്തേത് കെ രാജനാണ് ഉല്ലൂർ മണ്ഡലത്തിൽ, മൂന്നാമത്തെ സജി ചെറിയനാണ്, 4 KB ഗണേഷ് കുമാറാണ്, 5 ചിഞ്ചുറാണി, GR അനിൽ, പി പ്രസാദ് ചേർത്തല, AK ശശീന്ദ്രൻ. അത് മന്ത്രിമാരുടെ മികവ് കൊണ്ട് മാത്രമല്ല, മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം കൊണ്ടുകൂടിയാണ്. ഒരു തരംഗമുണ്ടായാൽ പോലും വീഴാതെ നിൽക്കുന്ന 8 മന്ത്രിമാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പുറത്ത് 12 പേരുണ്ട്. അതാണ് തരംഗമുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുക എന്നുള്ളത്. കഴിഞ്ഞ തവണ 12 മന്ത്രിമാർ മത്സരിച്ചു 2021. അതിൽ ഒരൊറ്റ മന്ത്രിയെ പരാജയപ്പെട്ടുള്ളൂ. അത് ആ മന്ത്രി പരാജയപ്പെട്ടത് ആ മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടായിരുന്നില്ല. ആ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അവസാന നിമിഷം ഉയർന്ന ചില രാഷ്ട്രീയ വിവാദങ്ങൾ, മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ആഴക്കടൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ, ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. മറ്റൊന്ന്, PC വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാൻ വരുന്നു. കുണ്ട്ര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിൻ്റെ സമുദായ സമവാക്യങ്ങൾ അടിസ്ഥാനമായി ആ മണ്ഡലത്തിലെ വിധി നിശ്ചയിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ നോക്കൂ, 2021 12 മന്ത്രിമാർ മത്സരിച്ചു, 11 മന്ത്രിമാരും വിജയിച്ചു. ഇക്കുറി 20 മന്ത്രിമാരെയും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ആ 20 മന്ത്രിമാരിൽ ഏറ്റവും ടൈറ്റ് ഫൈറ്റ്, ഡേഞ്ചർ സോണിൽ നിൽക്കുന്നു. അതായത് ഒരു തരംഗമില്ലെങ്കിൽ പോലും തോൽക്കാൻ സാധ്യതയുള്ള, ജയിക്കാനും തോൽക്കാനും 50-50 ചാൻസുള്ള 5 മന്ത്രിമാരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. 1/2 ഡസൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലൊന്ന് ഏറ്റവും കടുത്ത വെല്ലുവിളി നേരിടുന്നത് അഹമ്മദ് ദേവർകോവിലാണ്. അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട് സൗത്ത് കനത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. അവിടെ ലീഗിനുള്ള വിജയസാധ്യത 10 മടങ്ങ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങൾ പറയുന്നത്. അത് ഡേഞ്ചർ സോണിൽ ആദ്യം നിൽക്കുന്ന മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ്. പക്ഷേ അഹമ്മദ് ദേവർകോവിൽ അവസാന ഘട്ടത്തിൽ മന്ത്രിയായിരുന്നില്ല. പിന്നീട് അദ്ദേഹം തുറമുഖ വകുപ്പ് അദ്ദേഹം കൈമാറി പോകുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തേത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒരു പരാജയ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള കോൺഗ്രസിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ടാവും. കെ സുധാകരനെ സംബന്ധിച്ചും ഇതൊരു പ്രസ്റ്റീജ് മത്സരമാണ്. കെ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ അത് കെ സുധാകരൻ്റെ മേലത് വരുമെന്നത് നിശ്ചയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, നിയമമണ്ഡലമാണ്. 50-50 ചാൻസാണ് നിയമമണ്ഡലത്തിൽ.